എംറാൾഡ് ഏത് വിരലിലാണ് ഇടേണ്ടത്? ബുധന്റെ ഒരു ശരിക്കും പറയുന്നത് നമ്മൾ ഈ സ്മോൾ ഫിംഗറിൽ ധരിക്കാനാണ് പറയുന്നതെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ റിംഗ് ഫിംഗർ എല്ലാ സ്റ്റോൺസും ധരിക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ്. ഇതാകുമ്പോൾ ലൂസായിട്ടൊക്കെ ഊരി പോകാനും ഒക്കെ ഈ സ്മോൾ ഫിംഗറിന് ചാൻസ് കൂടുതലാണ് ശരിക്കും. അപ്പം ശരിക്കും റിംഗ് ഫിംഗറിലാണെങ്കിലും നമുക്ക് ധരിക്കാം. പിന്നെ കൂടുതൽ നമുക്ക് കെമിക്കലൊക്കെ ബുധന്റെ ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ സ്മോൾ ഫിംഗർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ബുധന്റെ സ്റ്റോൺ എമറോൾഡ് ഈ സ്മോൾ ഫിംഗറിൽ ധരിക്കുക എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതുപോലെ മാം എനിക്ക് ചോദിക്കട്ടെ, ഇപ്പം ലേഡീസ് ഇപ്പം സാർ ഓൾറെഡി പറഞ്ഞു ഇത് പെട്ടെന്ന് ക്രാക്ക് ആകാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പം നമ്മൾ ലേഡീസൊക്കെ കയ്യിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഡിറ്റർജൻറ്റ് നമ്മൾ പാത്രം കഴുകുമ്പം അപ്പം അന്നേരമൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ? അതെ അതെ, വളരെ സൂക്ഷിക്കേണ്ട ഒരു സ്റ്റോൺ തന്നെയാണ് ഈ എമറോൾഡ് എന്ന് പറയുന്നത്. അത് ലേഡീസിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡിലെ സ്മോൾ ഫിംഗർ ആണ് പറയുന്നെങ്കിലും കുറച്ചുകൂടി ബെറ്റർ അവർക്ക് എപ്പോഴും ലോക്കറ്റായിട്ട് തന്നെ ധരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കിച്ചണിലൊക്കെ പാത്രം കഴുകുകയും അങ്ങനെയുള്ള ആ ഒരു സംഗതികളൊക്കെ വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ ഈ സ്മോൾ ഫിംഗറിലാകുമ്പോഴേ. ലോക്കറ്റ് ആകുമ്പോൾ ആ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ബേസിക്കലി ലോക്കറ്റ് ആവുമ്പോൾ ആർക്കും പ്രശ്നം വരുന്നില്ല. ഇല്ല ഇല്ല ഇല്ല, ആണുങ്ങൾക്ക് പിന്നെ നമുക്ക് സ്മോൾ ഫിംഗറിൽ തന്നെ അങ്ങ് ധരിക്കാം. അവർക്ക് അതെ അതെ, മറ്റു പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ. ലേഡീസ് ആകുമ്പോഴീ ക്ലീനിങ്ങും മറ്റേതും കെമിക്കൽ കോണ്ടാക്ട്സും എല്ലാം കയറി വരുമല്ലോ. കിച്ചണിലാകുമ്പം കിച്ചണിൽ നമ്മൾ പാത്രം കഴുകുമ്പോഴും ഡിറ്റർജന്റ് അങ്ങനെയുള്ള എല്ലാ പ്രശ്നവും വരുമ്പോൾ അതിലും ബെറ്റർ, ഏറ്റവും ബെറ്റർ ലോക്കറ്റ് ആയിട്ട് ധരിക്കുന്നതാണ് ഏറ്റവും നല്ലത്.